ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 1 ആണ് ഞങ്ങളുടെ പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ സമയം ഉച്ചയായി, ഞങ്ങൾ ഒരു 11:30 ആയപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രഞ്ച് കോളനിയിലേക്കാണ് പോണേ. വൈറ്റ് ടൗൺ വഴി ഫ്രഞ്ച് കോളനി അങ്ങനെ ഒന്ന് കറങ്ങാമെന്നാണ് വിചാരിച്ചത്. വെയിൽ അറിയിട്ട് വേണം നമുക്ക് ബീച്ചിൽ പോകാൻ. അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. പോണ വഴിക്ക് തൊപ്പി, ഗ്ലാസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. തൊപ്പി മേടിച്ചു. കുറേ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. ഇത് നമ്മുടെ ഫസ്റ്റ് പ്ലേസ്. ഇതൊരു ടെമ്പിളാണ്. എന്താണ് ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു ഗായ്സ്. അമ്പലം ചോദിച്ചു നോക്ക്. ആ അമ്പലം 4 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പം നമ്മൾ അപ്പോഴാണ് വരുള്ളൂ. ഇത് കൊണ്ടത് ഇവിടെ തൂങ്ങി കിടക്കണം. ഭയങ്കര വൃത്തികേടില്ലേ, എന്താ ചെയ്യുക. ഇപ്പം നമ്മൾ ആ വഴി നടന്നു ഫ്രഞ്ച് കോളനിയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഫ്രഞ്ച് കോളനി. ഒരു ചൂടുണ്ടോയെന്ന് വെച്ചാൽ ചൂടുണ്ട് അല്ലേ, ചൂടുണ്ട്, പിന്നെ തണലുണ്ട്. അതനുസരിച്ച് ആ അമ്പലം അടച്ചിട്ടേക്കാണ്. അത് 4 മണിക്കേ തുറക്കുള്ളൂ. ഈ ഫ്രഞ്ച് കോളനിയുടെ ഇടയിൽ കൂടെ കയറുന്നതാണ്. വെയിലുണ്ട്. അപ്പം ഞങ്ങൾ കരിക്കൊക്കെ കഴിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഡ്രസ്സുണ്ട് കേട്ടോ. ഞാൻ ഒരു സ്കേർട്ടും നിക്കറൊക്കെ മേടിച്ചു. കൊള്ളാം. ഞങ്ങൾ ഫ്രഞ്ച് കോളനി കഴിഞ്ഞപ്പോൾ ഒരു ബീച്ചിലെത്തി. ബീച്ചിൻ്റെ പേരെന്താണെന്നറിയില്ല, പോയി നോക്കാം. പോവാം. വെയിലുണ്ടല്ലേ, നല്ല വെയിലാണ് ഗൈസ്. ഫ്രെയിം കേട്ടോ, ശ്യാമണ്ണൻ ഇരിക്കണുണ്ടോ. ഈ ബീച്ചിന്റെ പേരെന്താന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ വന്ന വഴിക്ക് കണ്ടതാണ്. സാം, ഭയങ്കര വെയിലല്ലേ. ഞങ്ങൾ സ്വപ്നക്കൂട് സിനിമയിലെ കഫേ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. നല്ല വെയിലാണ്. ശ്യാമിനോട് ചോദിക്കുകയാണ് ആണാണോ പെണ്ണാണോ പെറുക്കണേന്ന് പറയാമെന്ന്. ശ്യാം പറയാം വിശ്വാസമില്ല അത്രേ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ ചായ കുടിക്കാൻ പൈസ തരും. ശ്യാം ഒരു കൂസലും ഇല്ലാണ്ടിരിക്കണ കണ്ടോ. സ്പോർട്ട് കഫേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്വപ്നക്കൂടില്ലേ അവിടെ. ഈ വഴിയാണ് ആ പെണ്ണ് ഇറങ്ങി വരുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, വന്നിട്ടില്ല. ആ കാണുന്ന വ്യൂ ആണ് റോക്ക് ബീച്ച്. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ. സ്പോർട്ട് കഫേ ആണിത്. കൂന്തലും ചെമ്മീനും. ഇങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? അവിടെ നിന്ന് കണ്ട വ്യൂ കേട്ടോ ബീച്ചിന്റെ. അങ്ങോട്ട് ഭയങ്കര വെയിലാ ഗൈസ്. വൈകുന്നേരം വരാം. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ്. വേറെ ഒന്നല്ല, ഫോണൊന്ന് ചാർജ് ചെയ്യണം. ഫോൺ ചാർജ് തീർന്നു. അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളവും കൂടെ മേടിക്കാൻ വന്നതാണ്. നല്ല ക്ഷീണിച്ചു, വെയിൽ കൊണ്ട് കരിവാളിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങളെത്തി, ഫ്രഷായി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫോണൊക്കെ ചാർജ് ചെയ്ത് അടുത്ത ട്രിപ്പ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഫസ്റ്റ് ബീച്ചിൽ പോകണം, അല്ലെങ്കിൽ രാവിലെ പോയി അമ്പലത്തിൽ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാവും പോകുന്നത്. പറയൂ.
ബീച്ച് എത്തി കേട്ടോ. ബീച്ചിലെത്തിയപ്പോൾ ഇത് കണ്ടു, അങ്ങനെ ഇത് മേടിച്ചു. നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് നമ്മൾ രാവിലെ കണ്ട ബീച്ച്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ബീച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. ഒരു ബീച്ച്, കുറെ കുട്ടികളുണ്ട്, കുറെ മദാമാരുണ്ട്, പിന്നെ കുറെ മീൻപിടുത്തക്കാരുണ്ട്. മറ്റേ കാര്യം പറ, സൺസെറ്റിന്റെ. സൺസെറ്റ് എന്താ, അത് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയൂലേ. സൺസെറ്റ് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ സൺറൈസ് ഉണ്ടാവുള്ളൂ. കുറെ സ്കൂൾ പിള്ളേരുണ്ട് കണ്ടോ. സ്കൂളിൽ നിന്ന് ടൂർ വന്നേക്കണേന്ന് തോന്നണ. ചീഫ് ആ ബിൽഡിംഗ് ഉണ്ടോ, സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു. ഉണ്ടോ, ചീഫ് സെക്രട്ടറി, ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരി. നല്ലൊരു ബീച്ച്, എനിക്കിഷ്ടമായി. കുറെ ഫോട്ടോസും കിട്ടി. ക്രാഫ്റ്റ് ബസാറിലാണ് അടുത്ത് നമ്മൾ കയറിയത്. സാധനങ്ങളാട്ടോ ഇവിടെയുള്ള പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു ബിൽഡിങ്. ഞങ്ങളിവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് വില പേശി ഈ കമ്മലിന് 50 രൂപയ്ക്ക് തന്നു. നല്ല രസമുണ്ട്. ഇതിന് 80 പറഞ്ഞത്, 50 രൂപയ്ക്ക് തന്നു. ഫുള്ള് ക്രാഫ്റ്റ് ആട്ടോ. അതുവഴി കയറി ഇറങ്ങിയപ്പോൾ വേറൊരു ബീച്ചിലെത്തി. വേറെ ബീച്ചാണോ സെയിം ബീച്ചാണോ ഒന്നും അറിയില്ല, പക്ഷെ കൊള്ളാം. അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചർച്ചിലേക്കാണ്. പണ്ടുണ്ടായ ഒരു ചർച്ചാണ് അല്ലേ. നെപ്പോളിയൻ രണ്ടാമൻ ഉണ്ടാക്കിയ ചർച്ച്. നെപ്പോളിയൻ രണ്ടാമൻ ഉണ്ടാക്കിയ ചർച്ചാണ്. കുറെ കാലങ്ങൾ പഴക്കമില്ലേ, കുറെ കാലം പഴക്കമുള്ള ചർച്ചാട്ടോ. 38 ഫ്രഞ്ചുകാരനായ നെപ്പോളിയൻ രണ്ടാമൻ നിർമ്മിച്ച ചർച്ച്. ആർക്കിടെക്ചറൊക്കെ ട്ടോ ഗൈസ്, രാത്രി കാണാൻ അല്ലേ. പോയ അമ്പലത്തിൽ രാവിലെ വന്ന ആ സ്പോട്ടാട്ടോ ഇത്. കേറല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു ആംബിയൻസ് കേട്ടോ, കൊള്ളാം. ഭയങ്കര തിരക്കുമാണ്. നടന്നു ക്ഷീണിച്ചു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാണ് അല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി. റോട്ടിലെ നൈറ്റ് വൈബ് അടിപൊളിയാട്ടോ. ഇന്ത്യൻ ഫുഡ് ഉണ്ടോ? ഉച്ചക്ക് ഫ്രഞ്ച് ആയില്ലേ വന്നില്ലല്ലോ, ബാക്കി ഫുഡ് വന്നില്ലല്ലോ. ഫ്രൂട്ട് സലാഡ്. ഗായ്സ് ഞങ്ങളെത്തി വന്നു. കുളിയൊക്കെ കഴിഞ്ഞു, കിടന്നു. ക്ഷീണമുണ്ട്, അപ്പോൾ കിടക്കാൻ പോവാണ്. അപ്പോൾ നാളെ ഡേ 2 കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.